ഗുഡ് മോർണിംഗ്. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റിലത്തെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലത്തെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇനി നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് അതായത് നമ്മുടെ എല്ലാ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസും പ്രോപ്പർലി ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്താലാണ് നമുക്ക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവായ ടൈംലി ഫുൾഫിൽമെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു കോർഡിനേറ്റ് ഡിഫറെൻറ്റ് ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് സോ ദാറ്റ് ലോജിസ്റ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ദ ബെസ്റ്റ് വേ. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു കോർഡിനേറ്റ് ഡിഫറെൻറ്റ് ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ലോജിസ്റ്റിക്സിൽ വരുന്ന എല്ലാം നമ്മൾ പഠിച്ചു. ഓർഡർ പ്രോസസ്സിംഗ്, അതിൻ്റെ എലമെൻറ്റ്സ് പഠിച്ചു. ഓർഡർ പ്രോസസ്സിംഗ്, ഇൻഫർമേഷൻ ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ഇൻവെൻട്രി, ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഈ എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് ലോജിസ്റ്റിക്കൽ ഒബ്ജക്റ്റീവായ ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടൈംലി ഫുൾഫിൽമെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഓർഡർ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇറ്റ് ഇൻകോപ്പറേറ്റ്സ് വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് പ്രോഡക്ട്സ് ഫ്രം റോ മെറ്റീരിയൽ സപ്ലയർ ടു ദ ഫൈനൽ കൺസ്യൂമർ. അതായത് നമ്മുടെ സപ്ലയറുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽ വാങ്ങുന്നത് തൊട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കസ്റ്റമറുടെ കയ്യിൽ എത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഇൻകോപ്പറേറ്റ് ചെയ്യണം. ഇതിൻ്റെ അണ്ടറിൽ വരും. ഇറ്റ് ഇൻകോപ്പറേറ്റ്സ് വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് ഫ്രം ദി സപ്ലയർ ടു ദി കസ്റ്റമർ. സപ്ലയറുടെ കയ്യിൽ നിന്ന് കസ്റ്റമറുടെ കയ്യിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എത്തുന്നവരുടെ എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്യണം. എ പ്രോഡക്റ്റ് അണ്ടർഗോസ് 3 ഫോംസ് ഓഫ് മൂവ്മെൻറ്റ്. മെയിനായിട്ടും നമ്മുടെ സപ്ലൈ ചെയിനിലെ മെയിനായിട്ടും ഒരു പ്രൊഡക്റ്റിന് 3 ഫോമുകളാണുള്ളത്. അതായത് 3 രൂപങ്ങളാണ് ഉണ്ടാവുക. ഇൻ ദ ഫോം ഓഫ് റോ മെറ്റീരിയൽ, ഇൻ ദ ഫോം ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ലാസ്റ്റ്ലി ഇൻ ദ ഫോം ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ 3 സ്റ്റേജസും ദീസ് 3 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് ആർ പ്രോപ്പർലി ഇൻ്റഗ്രേറ്റഡ് ടു അച്ചീവ് എ സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രോഡക്ട്സ് ടു ദി ഹാൻഡ്സ് ഓഫ് ഫൈനൽ കൺസ്യൂമേഴ്സ്. ഈ 3 ഫോംസ് ഓഫ് മെറ്റീരിയൽസും പ്രോപ്പർലി ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് ദർ ഇസ് എ സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രോഡക്റ്റ് ടു ദ ഹാൻഡ്സ് ഓഫ് ദി ഫൈനൽ കൺസ്യൂമർ. ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തേണ്ട സമയത്ത് ഈ പ്രൊഡക്റ്റുകൾ എത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ദീസ് 3 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആർ പ്രോപ്പർലി ഇൻ്റഗ്രേറ്റഡ് ടു അച്ചീവ് എ സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രോഡക്റ്റ് ടു ദ ഹാൻഡ്സ് ഓഫ് ദി ഫൈനൽ കൺസ്യൂമേഴ്സ്. Timely fulfillment of customer order requires a proper integration of these 3 operations. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയണത്. നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് അവർ പറഞ്ഞ സമയത്ത് ഓർഡർ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഈ 3 മൂവ്മെൻറ്റും ഈ 3 ഫോം ഓഫ് പ്രൊഡക്റ്റിൻ്റെയും മൂവ്മെൻറ്റ് പ്രോപ്പർലി ഇൻ്റഗ്രേറ്റ് ചെയ്താലേ നമുക്ക് ആ സമയത്ത് അവർക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ പ്ലേസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർലി ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്താലാണ് നമുക്ക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓപ്പറേഷൻസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. നമ്മൾ നേരത്തെ പഠിച്ച ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ മെയിൻ ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. മെയിനായിട്ട് 3 ഓപ്പറേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസത്തെ സ്ലൈഡിലുണ്ടായിരുന്നത് തന്നെയാണ് ഇതും പറയുന്നത്. ആ ഫ്ലോയിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇതിലും പറയുന്നത്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. അതിൻ്റെ വേറൊരു പേരാണ് ഫിസിക്കൽ സപ്ലൈ. എന്തായിരിക്കും? ഇൻബൗണ്ട് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ ടു ദി കമ്പനി. നമ്മുടെ കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനാണ് വിളിക്കുന്ന പേരാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് ഫ്രം ദ സപ്ലയർ ടു ദി മാനുഫാക്ചറിങ് പ്ലാന്റ്സ്. It facilitates manufacturing operations by facilitating material availability. ഇത് പ്രോപ്പറായിട്ട് നടന്നാലാണ് നമ്മുടെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് പ്രോപ്പറായിട്ട് നടന്നാലാണ് നമുക്ക് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ടൈമിൽ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അതാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ബൈ ഫെസിലിറ്റേറ്റിംഗ് മെറ്റീരിയൽ അവൈലബിലിറ്റി. വേണ്ട സമയത്ത് വേണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ നമുക്ക് സ്മൂത്തായിട്ട് നടത്താനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്.
And the second one is conversion operation അല്ലെങ്കിൽ വേറൊരു പേരാണ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇന്റേണൽ ലോജിസ്റ്റിക്സ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മൾ ഫസ്റ്റത്തെ ഓപ്പറേഷനിൽ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽ പ്രോസസ്സിങ് കഴിഞ്ഞ് എന്താക്കി മാറ്റുക, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുക. ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു finished goods. That is called conversion operation or manufacturing operation. It deals with the movement of materials within an organization from one production unit to another. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻഫർമേഷൻ മെറ്റീരിയൽ ഫ്ലോയിൽ പഠിച്ച അതേ മീനിങ് ആണ് മാനുഫാക്ചറിങ് സപ്പോർട്ട് പഠിച്ചില്ലേ, അത് തന്നെയാണ് അതിൻ്റെ വേറൊരു പേരായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്റേണൽ ലോജിസ്റ്റിക്സ് എന്ന്. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വേറൊരു പേരിൽ നിന്നുള്ള ദാറ്റ് ഈസ് കൺവേർഷൻ ഓപ്പറേഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് ദി മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് വിതിൻ ആൻ ഓർഗനൈസേഷൻ ഫ്രം വൺ പ്രൊഡക്ഷൻ യൂണിറ്റ് ടു അനദർ പ്രൊഡക്ഷൻ യൂണിറ്റ്. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്ന് വേറൊരു പ്രൊഡക്ഷൻ പ്ലാന്റിലേക്ക് റോ മെറ്റീരിയൽ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെ വിളിക്കുന്ന പേരാണ് കൺവേർഷൻ ഓപ്പറേഷൻ. ദാറ്റ്സ് ദ സെക്കൻഡ് ഓപ്പറേഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. And the third one is outbound logistics or physical distribution. അതിന് മീനിങ് നമ്മൾ എന്താ പഠിച്ചത്, നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുക. അങ്ങനെ വിളിക്കുന്ന പേരാണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്. ദാറ്റ് ഈസ് മൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചറിങ് പ്ലാന്റ് ടു ഫൈനൽ കൺസ്യൂമേഴ്സ്. നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കുന്ന സംഭവം ആർക്ക് കൊടുക്കുക, ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കാനാണ് വിളിക്കുന്ന പേരാണ് outbound logistics. It deals with the relationship between the firm and its customers. നമ്മുടെ ഫേമും കസ്റ്റമേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇത് മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത്. അവർ പറഞ്ഞ സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് നോക്കണം, എന്നാലാണ് നമുക്ക് അവരായിട്ട് ലോങ് ടൈം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൽ വരുന്ന 3 ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്, ദാറ്റ് ഈസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഫ്രം സപ്ലയർ. ദെൻ കൺവേർഷൻ ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ആൻഡ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, ദാറ്റ് ഈസ് മൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ദി അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോയിന്റിൻ്റെ ഡയഗ്രാമിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്പറേഷൻസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. ആദ്യം എന്ത് വേണം, ഫിസിക്കൽ സപ്ലൈ അല്ലെങ്കിൽ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് വേണം. അത് വാങ്ങുന്നത് സപ്ലയേഴ്സിൻ്റെ കയ്യിലാണ്. സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫിസിക്കൽ സപ്ലൈ നടത്തിയിട്ട് ദെൻ അതെന്ത് വേണം, മാനുഫാക്ചറിങ് ഓർ കൺവേർഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തിലേക്ക് മാറ്റണം, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തി അത് ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കണം. ആ പറഞ്ഞത് ഒരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ള മാർക്കിനനുസരിച്ച് എഴുതാം. നല്ല 4 മാർക്കിനൊക്കെ എന്ന് വെച്ചാൽ ഈ 3 പോയിന്റും എഴുതി ജസ്റ്റ് ഈ ഡയഗ്രം കൂടി വെച്ചാൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് അതിന് നിങ്ങൾക്ക് ഇഷ്ട രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ നടത്താം. ആ പ്രോസസ്സ് ആദ്യം നടത്തേണ്ടത് സപ്ലൈയുടെ കയ്യിൽ നിന്ന് ഫിസിക്കൽ സപ്ലൈ, ദെൻ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, ദെൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ടു കൺസ്യൂമേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. നമ്മളിത് ഇന്ന് പഠിച്ചു തുടങ്ങിയ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. പ്രത്യേകിച്ച് പുതിയ പോയിന്റ്സ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പക്ഷേ നിങ്ങൾ പോയിൻ്റായിട്ട് പഠിച്ചു വെക്കണം, എന്നാലാണ് നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ദി എയിം ഓഫ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് ഈസ് ടു അച്ചീവ് ഹയസ്റ്റ് ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഫാസ്റ്റ് ഡെലിവറി ഓഫ് പ്രോഡക്ട്സ് അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അത് തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്. നമ്മൾക്ക് പ്രോപ്പർ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് ഉണ്ടായാലാണ് നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവായ ടൈംലി ഫുൾഫിൽമെൻറ്റ് ഓഫ് കസ്റ്റമർ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ദ എയിം ഈസ് ടു അച്ചീവ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ഹയസ്റ്റ് ലെവലാക്കുക. അതെങ്ങനെ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക, അവർ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റിയാലാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുക. ടു അച്ചീവ് ഹയസ്റ്റ് ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഫാസ്റ്റ് ഡെലിവറി ഓഫ് പ്രോഡക്ട്സ്. നമ്മുടെ പ്രൊഡക്റ്റ് വളരെ എത്രയും പെട്ടെന്ന് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുക അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. നമുക്ക് പറ്റാവുന്ന അത്രയ്ക്ക് കുറവ് കോസ്റ്റിൽ അത് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ ബേസിക് എയിമായിട്ട് പറയുന്നത്. ദിസ് ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ ദി സൈമൾട്ടേനിയസ് അച്ചീവ്മെൻറ്റ് ഓഫ് എ സീരീസ് ഓഫ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്ത് ഫുൾഫിൽ ചെയ്താലാണ് നമുക്ക്
ഈ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് റെസ്പോൺസീവ്നെസ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് റെസ്പോൺസീവ്നെസ്, കോസ്റ്റും പഠിച്ചിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. റെസ്പോൺസീവ്നെസ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ ടു റെസ്പോണ്ട് ക്വിക്ക്ലി ടു ദി കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. നമുക്ക് നമ്മുടെ കസ്റ്റമറിൻ്റെ ഓർഡർ എത്രയും പെട്ടെന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ അധികം സമയം എടുക്കാതെ, ലീഡ് ടൈം വളരെ കുറച്ച് എത്രയും പെട്ടെന്ന് അവർ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അവർ വിചാരിക്കുന്ന ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമ്മൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയാൽ അവിടെ എന്ത് കൂടി? റെസ്പോൺസീവ്നെസ് കൂടി. ഇത് സമയം കൂടും തോറും റെസ്പോൺസീവ്നെസ് കുറഞ്ഞു. അതാണ് റെസ്പോൺസീവ്നെസ്സിൻ്റെ മീനിങ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ ടു റെസ്പോണ്ട് ക്വിക്ക്ലി ടു ദി കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. കസ്റ്റമറുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കമ്പനിയുടെ ആ എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. ടു അച്ചീവ് റെസ്പോൺസീവ്നെസ്, firm are often tempted to carry large stock of inventory which increases the cost of production. നമുക്കൊരു കാര്യം ചെയ്താൽ മതി, റെസ്പോൺസീവ്നെസ് കൂട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ലാർജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ എളുപ്പം എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമർ ചോദിച്ച വഴിക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. ഇത് കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് വരെ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ക്യാരിയിങ് കോസ്റ്റ് കൂടും. അപ്പോൾ ഒരു പോസിറ്റീവിന് ഒരു നെഗറ്റീവ് ഉണ്ട്. കൂടുതൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്ത വഴിക്ക് തന്നെ നമുക്ക് അവർക്ക് പ്രൊഡക്റ്റ് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ അതേസമയം നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് കോസ്റ്റ് കൂടും. കാരണം നമുക്കറിയില്ല എപ്പോഴാണ് കസ്റ്റമർ വന്ന് ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് അറിയില്ല. അതുവരെ നമ്മളിത് കേടുകൂടാതെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അതൊരു സൈഡ്. വേറൊരു സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസ്പോൺസീവ്നെസ്, മാനുഫാക്ചറിങ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്. ആൻറ്റിസിപ്പേറ്ററിയും ഉണ്ട്, റെസ്പോൺസീവ്നെസ്സും ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എന്താണ്? റെസ്പോൺസീവ്നെസ് ആണ്. കാരണം കസ്റ്റമറുടെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് റെസ്പോൺസീവ്നെസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ആൻറ്റിസിപ്പേറ്ററി മോഡലിനേക്കാൾ നല്ലത് റെസ്പോൺസീവ് മോഡലാണ്. നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ നമ്മൾ നടക്കാനായിട്ട് പറ്റില്ല. നമുക്ക് റെസ്പോൺസീവ്നെസ് കൂടണമെങ്കിൽ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ആൻറ്റിസിപ്പേറ്ററി മാനുഫാക്ചറിങ് തന്നെ നടത്തണം. കസ്റ്റമർക്ക് ഇന്ന ക്വാളിറ്റിയുള്ള ഇന്ന സ്പെസിഫിക്കേഷൻസ് ഉള്ള പ്രൊഡക്റ്റാണ് വേണ്ടി വരിക എന്ന് മാനുഫാക്ചർ തന്നെ പ്രൊഡിക്റ്റ് ചെയ്ത് അയാളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അയാളുടെ ഒരു ഐഡിയ വെച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് ആണെങ്കിൽ, റെസ്പോൺസീവ് മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടേ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അതിന് സമയം എടുക്കും. അപ്പം നമുക്ക് റെസ്പോൺസീവ്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മോഡൽ ഫോളോ ചെയ്യാം? ആൻറ്റിസിപ്പേറ്ററി മോഡൽ ഫോളോ ചെയ്യാം. പക്ഷേ അത് കസ്റ്റമേഴ്സിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടല്ല പ്രൊഡക്ഷൻ നടത്തിയത്. ആരുടെ സ്പെസിഫിക്കേഷൻസ് അവിടെ നിന്ന് വെച്ചേക്കുന്നത്? മാനുഫാക്ചർക്ക് ഇങ്ങനെ വിചാരിച്ച് അയാൾക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രൊഡക്ഷനാണ് അവിടെ നടത്തിയേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഡിമാൻഡ് കുറയാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. എന്ത് തന്നെയായാലും മാനുഫാക്ചർ എന്ത് ശ്രദ്ധിക്കണം? ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മുടെ മാനുഫാക്ചർ ശ്രദ്ധിക്കണം. അതിന് വിളിക്കുന്ന പേരാണ് റെസ്പോൺസീവ്നെസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ അവിടെ എന്ത് കൂടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. അതുപോലെ റെസ്പോൺസീവ്നെസ് കൂട്ടാനായിട്ട് നമുക്ക് റെസ്പോൺസീവ് മാനുഫാക്ചറിങ് മോഡൽ ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്ത് ഫോളോ ചെയ്താൽ മതി? ആൻറ്റിസിപ്പേറ്ററി മാനുഫാക്ചറിങ് മോഡൽ ഫോളോ ചെയ്ത് നമുക്ക് പ്രൊഡക്ഷനൊക്കെ നേരത്തെ അവസാനിപ്പിച്ച് വെച്ച് കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് എടുത്തു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. Then the second one is reduction of variance. Variance നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് variance എന്ന് നോക്കാം. Variance is the difference between actual performance and expected performance. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിന് ഇന്ന ക്വാളിറ്റികളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആസ് എ കസ്റ്റമർ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന ഫീച്ചേഴ്സൊക്കെ അതിനുണ്ടാവുമെന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് വിളിക്കുന്ന പേരാണ്, അങ്ങനെ ആ എക്സ്പെക്റ്റേഷൻ വിളിക്കുന്ന പേരാണ് എക്സ്പെക്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി ആ പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞ് അത് യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പെർഫോമൻസിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് എക്സ്പെക്റ്റഡ് പെർഫോമൻസ്.
ഒരു മാനുഫാക്ചർ എന്തിനു ട്രൈ ചെയ്യണം, ഈ വാരിയൻസ് മാക്സിമം കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അയാൾ എക്സ്പെക്റ്റ് ചെയ്ത അതേ ഫീച്ചേഴ്സ് കിട്ടിയാലാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ അടുത്തുള്ള ഒരു ഫീച്ചേഴ്സ് കിട്ടിയാലാണ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. സോ എവറി മാനുഫാക്ചർ ഷുഡ് ട്രൈ ടു റെഡ്യൂസ് ദി വാരിയൻസ്. It arises due to the delay in the receipt of the orders, delay in order processing, disruption in manufacturing process, non-availability of shipping space, etc. ഈ വാരിയൻസ് മെയിനായിട്ടും ഉണ്ടാകുന്ന റീസണാണ് പറയുന്നത്. ഡിലേ ഇൻ ദ റെസിപ്റ്റ് ഓഫ് ദി ഓർഡേഴ്സ്, ഡിലേ ഇൻ ഓർഡർ പ്രോസസ്സിംഗ്, ഡിസ്ട്രപ്ഷൻ ഇൻ മാനുഫാക്ചറിംഗ് പ്രോസസ്, നോൺ അവൈലബിലിറ്റി ഓഫ് ഷിപ്പിംഗ് സ്പേസ്, എക്സെട്ര. Firms normally resort to carry safety stock, fast modes of transportation, etc. to meet these variants. അങ്ങനെ ഇപ്പോൾ നേരത്തെ പറയണം എവറി മാനുഫാക്ചർ ഷുഡ് ട്രൈ ടു റെഡ്യൂസ് ദീസ് വാരിയൻസ്. നമുക്ക് അധികം അതിൻ്റെ ഡിഫറൻസ് അധികം ഉണ്ടാവാണ്ട് ശ്രദ്ധിക്കണം. അതിന് നമുക്ക് വേണമെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഫാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫോളോ ചെയ്യാം. എന്ത് ചെയ്താലും കുഴപ്പമില്ല. മാനുഫാക്ചർ എന്തിനു ട്രൈ ചെയ്യണം, ഈ വാരിയൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഏറ്റവും കുറയ്ക്കാനായിട്ട്, സീറോ ആക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, എന്നാലും ഏറ്റവും കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യണം. അതാണ് സെക്കൻഡ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിഡക്ഷൻ ഓഫ് വാരിയൻസ്. തേർഡ് വൺ ഈസ് റിഡക്ഷൻ ഓഫ് ഇൻവെൻട്രി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, കുറവും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ഒപ്റ്റിമം ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അത് ഞാൻ ഇവിടെയും പറയുന്നത്. Too much of inventory leads to high carrying cost. Reduction of inventory can be achieved by two measures like reducing the monetary value of inventory and improving the stock velocity. അപ്പോൾ നമ്മൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ക്യാരിയിങ് കോസ്റ്റ് കൂടും. കുറവ് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ കസ്റ്റമർക്ക് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ റിഡക്ഷൻ ഓഫ് ഇൻവെൻട്രി ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ടു മെഷേഴ്സ് ലൈക്ക് റെഡ്യൂസിങ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ഇൻവെൻട്രി. നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ സ്റ്റോക്കിലുള്ള ഇൻവെൻട്രിയുടെ മോണിറ്ററി വാല്യൂ കുറയ്ക്കണം. അതായത് സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം കുറയ്ക്കും ചെയ്യുക. ദെൻ ഇംപ്രൂവിങ് ദ സ്റ്റോക്ക് വെലോസിറ്റി, ITR കൂട്ടും ചെയ്യുക. നമ്മൾ ITR എന്താണെന്ന് പഠിച്ചു. അതായത് ദ സ്പീഡ് വിത്ത് വിച്ച് ദ റോ മെറ്റീരിയൽ ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഐദർ ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഇൻറ്റു സെയിൽസ്. അതാണ് വിളിക്കുന്ന പേരാണ് ITR എന്ന് പറയുന്നത്. നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട് ITR കൂട്ടുന്നതാണ് കമ്പനിക്ക് നല്ലത്. അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി എത്രയും പെട്ടെന്ന് എന്തായിട്ട് മാറ്റുക, സെയിൽസ് ആക്കി മാറ്റാനായിട്ട് കമ്പനി ട്രൈ ചെയ്യണം. ഈ രണ്ടും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡക്ഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത് പറഞ്ഞത് റെഡ്യൂസിങ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രിയിൽ അല്ലെങ്കിൽ സ്റ്റോക്കിലുള്ള എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം കുറയ്ക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ദെൻ സ്പീഡ് അപ്പ് ദി ITR അല്ലെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Fast mode of transport along with the just-in-time practices in purchasing and manufacturing enables the firm to carry on business with a low level of inventory. നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള JIT ആണ്. ജസ്റ്റ് ഇൻ ടൈം, ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക. അത് സക്സസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണം. നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് റോ മെറ്റീരിയൽ കിട്ടണമെങ്കിൽ നമുക്ക് ഫാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണം. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് JIT ടെക്നോളജി യൂസ് ചെയ്യുക, പ്ലസ് ഫാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡക്ഷൻ ഓഫ് ഇൻവെൻട്രി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് തേർഡ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, റിഡക്ഷൻ ഓഫ് ഇൻവെൻട്രി. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഷിപ്മെൻറ്റ് കൺസോളിഡേഷൻ. This means reduction of cost of transportation. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എവറി ഫേം ഷുഡ് റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽ ആയാലും ശരി, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ശരി, അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് നമ്മൾ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും, ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് റീസണബിൾ പ്രൈസിൽ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാനും പറ്റും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് shipment, type of product, distance of transportation, mode of transport, etc. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് സൈസ് ഓഫ് ഷിപ്മെൻറ്റ്. ചെറുതാണെങ്കിൽ കോസ്റ്റ് കൂടും, വലുതാണെങ്കിൽ കോസ്റ്റ് കുറയും. ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്, ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ സ്പെസിഫിക്കേഷൻസ് എല്ലാം മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് തന്നെ യൂസ് ചെയ്യണം, അപ്പോൾ അതിന് ചിലപ്പോൾ കോസ്റ്റ് കൂടും. ഡിസ്റ്റൻസ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ദെൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, എയർ റെയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് കോസ്റ്റ് വാരി ചെയ്യും. Frequent shipments in small quantity will increase the cost of transport and vice versa.
അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ചെറിയ ചെറിയ ഓർഡർ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ എന്തുണ്ടാവും, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബൾക്കായിട്ട് ട്രാൻസ്പോർട്ടിങ് നടത്താൻ. ഞാൻ അന്ന് പണ്ട് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർക്കും എറണാകുളത്തേക്കും ഒരു ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, തൃശ്ശൂർ ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെ തൃശ്ശൂർക്ക് ആവശ്യമുള്ള തൃശ്ശൂർ നടത്തുക, ദെൻ എറണാകുളത്ത് ആവശ്യമുള്ള എറണാകുളത്തേക്കും കൊടുക്കുക. അപ്പം നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് ഫ്രീക്വൻറ്റ് ഷിപ്മെൻറ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി വിൽ ഇൻക്രീസ് ദി കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ നമ്മൾ എന്തിന് ട്രൈ ചെയ്യണം, ലാർജ് ക്വാണ്ടിറ്റീസ് എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. Shipment consolidation involves combining small shipment to form a large shipment without causing a delay in delivery. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ സ്മോൾ ഷിപ്മെൻറ്റുകൾ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു ലാർജ് ഷിപ്മെൻ്റ് ആക്കി മാറ്റി അത് കസ്റ്റമേഴ്സിന് എത്തിക്കുക. പക്ഷേ എന്ത് മാറ്റാൻ പാടില്ല, ഡെലിവറി ടൈമിൽ ലാഗ് വരുത്താനായിട്ട് പറ്റില്ല. കസ്റ്റമേഴ്സ് ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഷിപ്മെൻറ്റ് കൺസോളിഡേഷൻ. നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഷിപ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് എന്ത് കൂടും, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടും. അപ്പോൾ ഷിപ്മെൻറ്റുകൾ കൺസോളിഡേറ്റ് ചെയ്യണം. കൺസോളിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ 1-2 സ്മോൾ ഷിപ്മെൻറ്റുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ലാർജ് ഷിപ്മെൻ്റ് ആക്കി അത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് 4ാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്, ഷിപ്മെൻറ്റ് കൺസോളിഡേഷൻ. ഓക്കെ. Then the 5th one is quality improvement. ക്വാളിറ്റി നമുക്ക് എന്താണെന്നറിയാം, അത് ഇമ്പ്രൂവ് ചെയ്യണം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ടു പ്രൊവൈഡ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമർ വിചാരിച്ച സാധനം വിചാരിച്ച സ്പെസിഫിക്കേഷൻസിൽ കൊടുക്കണമെന്ന് വിളിക്കുന്ന പേരാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഹയർ ദ ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സർവീസ് ഹയർ വിൽ ബി ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടിയാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കൂടും. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു അച്ചീവ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലോജിസ്റ്റിക്സ് സച്ച് ആസ് ഓർഡർ പ്രോസസ്സിംഗ്, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, ആഫ്റ്റർ സെയിൽ സർവീസസ് എക്സെട്ര. നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ വരുന്ന ഓരോ സ്റ്റേജിലും നമ്മൾ എന്തിനും ട്രൈ ചെയ്യണം, വി ഷുഡ് ട്രൈ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. നമ്മുടെ സർവീസിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. എന്നാലാണ് നമുക്ക് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് അടുത്ത ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്, ഈ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ക്വാളിറ്റി മീൻസ് എബിലിറ്റി ടു പ്രൊവൈഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ഷുഡ് ട്രൈ ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഇൻ ഈച്ച് ആൻഡ് എവറി സ്റ്റേജസ് ഓഫ് ലോജിസ്റ്റിക്സ്. ഓരോ സ്റ്റേജിലും നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം. ദാറ്റ് ഇസ് ദ 5th point. And the last point is life cycle support. It is concerned with maintaining the quality of the product throughout its lifetime. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ, നമ്മൾ പറഞ്ഞു ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടൈംലി ഫുൾഫിൽമെൻറ്റ് ഓഫ് കസ്റ്റമർ ഓർഡർ ആണെന്ന് പറഞ്ഞു. അതോടുകൂടി നമ്മുടെ ടാസ്ക് കഴിയുന്നില്ല. അതായത് ഒരു കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്ത് അവർ പറഞ്ഞ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്തു, അതോടുകൂടി നമ്മുടെ വർക്ക് കഴിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പിന്നെ ബെറ്റർ ആഫ്റ്റർ സെയിൽ സർവീസസും കൂടി കൊടുത്താലാണ് നമുക്ക് അവരെ റിട്ടേൺ ചെയ്ത് നിർത്താനായിട്ട് പറ്റുള്ളൂ. കാരണം അവർ ഒരു തവണ വന്നാൽ പോരാ, ഫ്രീക്വൻ്റ് ആയിട്ട് പിന്നെയും കണ്ടിന്യൂസ് പർച്ചേസ്, ലോങ് ടേം റിലേഷൻഷിപ്പ് നമുക്ക് അവരായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വിളിക്കുന്ന പേരാണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് lifetime. It helps to reduce the post purchase dissatisfaction. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നല്ലൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരെ പ്രത്യേകിച്ച് ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ മാനുഫാക്ചറെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്താൽ അത് അവരുടെ മൈൻഡിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു നമ്മുടെ പ്രൊഡക്റ്റിന്, അപ്പോൾ നമ്മൾ നമ്മുടെ മാനുഫാക്ചറെ വിളിക്കുമ്പോൾ അവർ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അയാൾക്ക് എന്തുണ്ടാവും, ഒരു പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ അടുത്ത തവണ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരണമെന്നില്ല. അപ്പോൾ വി ഷുഡ് ട്രൈ ടു റെഡ്യൂസ് ദി പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സ് ഗ്രീവൻസസ് ഷുഡ് ബി ക്വിക്ക്ലി ആക്സെപ്റ്റഡ്. ഏതെങ്കിലും ഒരു കസ്റ്റമർ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കാം, അനലൈസ്ഡ് ആൻഡ് സോൾവ്ഡ്. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുത്താലാണ് നമുക്ക് അവർക്ക് എന്ത് കുറയ്ക്കാൻ പറ്റുക, പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റുക. ഇറ്റ് എയിംസ് ടു bring down the number of return to 0 and to reduce the cost of managing return.
നമ്മൾ എന്താ ട്രൈ ചെയ്യണം, നമ്മുടെ റിട്ടേൺ മാനേജ്മെൻറ്റ് സീറോ ആക്കാനായിട്ട്. അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞ് കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സംഭവം നമ്മുടെ കമ്പനിയിൽ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കണം. അതായത് ബ്രിങ് ഡൗൺ ദ നമ്പർ ഓഫ് റിട്ടേൺ ടു സീറോ ആൻഡ് ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് മാനേജിങ് റിട്ടേൺസ്. നമ്മുടെ കമ്പനിയിൽ റിട്ടേൺ മാനേജ്മെൻറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് സീറോ ആക്കിയാൽ ഏറ്റവും ബെറ്ററാണ്. സീറോ ആക്കാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും മിനിമത്തിലെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ദാറ്റ് ഇസ് ദ 6th പോയിന്റ്, ലൈഫ് സൈക്കിൾ സപ്പോർട്ട്. ഇങ്ങനെ 6 points ആണ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് responsiveness, second one is reduction of variance, next is reduction of inventory, shipment consolidation, quality improvement, and the last one is life cycle support. Thank you.